നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. കൈനകരിയിൽ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് വിവിധ മാധ്യമ സംഘടനകൾ ആവശ്യപ്പെട്ടു. കുളമ്പ് രോഗപ്രതിരോധ പ്രവർത്തനത്തിലെ അപാകത, ആശങ്കയൊഴിയാതെ ക്ഷീര കർഷകർ. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെട്ട AC കനാൽ തുറക്കൽ നടപടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. വിശദമായ വാർത്തകൾ. കൈനകരിയിൽ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പങ്കെടുത്ത പരിപാടി റിപ്പോർട്ട് ചെയ്ത് മടങ്ങിയ മാധ്യമപ്രവർത്തകരെ ക്രിമിനൽ സംഘം ആക്രമിച്ചു. ആക്രമത്തിൽ മാതൃഭൂമി ന്യൂസ് ക്യാമറാമാൻ രാഹുൽ കൃഷ്ണ, മീഡിയ വൺ റിപ്പോർട്ടർ പ്രേംലാൽ പ്രഭുത്തൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇവർ ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശനിയാഴ്ച വൈകിട്ട് കൈനകരി പഞ്ചായത്ത് കാവിന് സമീപം ഐക്കര ലാലിച്ചന്റെ പുരയിടത്തിലായിരുന്നു സംഭവം. കൈനകരി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തുറസായി കിടന്ന പുരയിടത്തിൽ കാറുകൾ പാർക്ക് ചെയ്ത ശേഷമാണ് മാധ്യമപ്രവർത്തകർ സമ്മേളന സ്ഥലത്തേക്ക് പോയത്. പരിപാടിക്ക് ശേഷം തിരികെ എത്തി കാറുകൾ റോഡിലേക്ക് ഇറക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പാർക്കിംഗ് ഫീസ് ആവശ്യപ്പെട്ട് അക്രമികൾ രംഗത്തെത്തിയത്. പാർക്കിംഗ് ഫീസ് നൽകാൻ തയ്യാറായ മാധ്യമപ്രവർത്തകർ രസീത് നൽകാനും ആവശ്യപ്പെട്ടു. എന്നാൽ രസീത് ഇവരുടെ കൈവശമുണ്ടായിരുന്നില്ല. രസീത് നൽകാതെ പാർക്കിംഗ് ഫീസ് നൽകാൻ കഴിയില്ലെന്ന് മാധ്യമപ്രവർത്തകർ പറഞ്ഞതോടെ ഗുണ്ടാ സംഘത്തെ ഫോണിൽ വിളിച്ചു വരുത്തി കൈനകരി പുത്തൻപറമ്പിൽ പ്രസന്നന്റെ നേതൃത്വത്തിലുള്ള ഗുണ്ടാ സംഘം ആക്രമിക്കുകയായിരുന്നു. നെടുമുടി പോലീസ് കേസെടുത്തു. ആക്രമണത്തിന് ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രസന്നൻ പോലീസ് പിടിയിലായി. അക്രമി സംഘത്തിലെ മറ്റുള്ളവർക്കായി നെടുമുടി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. G. സുധാകരൻ MLA, കേന്ദ്രമന്ത്രി KC വേണുഗോപാൽ തുടങ്ങി നിരവധി പ്രമുഖർ ആശുപത്രിയിൽ മാധ്യമപ്രവർത്തകരെ സന്ദർശിച്ചു. കേരളത്തിൽ പ്രതിദിനം സംഭരിക്കപ്പെടുന്ന പാലിന്റെ 90% ചെറുകിട പരിമിത ഭൂരഹിത കർഷകരിൽ നിന്നാണ്. കുളമ്പ് രോഗം ഏറ്റവും അധികം ബാധിച്ചതും ബാധ്യതയുണ്ടാക്കിയതും ഇവർക്കാണ്. കിതയ്ക്കുന്ന പ്രതിരോധം, കുതിക്കുന്ന കുളമ്പടികൾ. കുളമ്പ് രോഗ പ്രതിരോധ നടപടികൾ പാളുന്നു. കുട്ടനാട്ടിലെ ക്ഷീര കർഷകർ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് എത്തുന്നത്. ഇത് കുട്ടമംഗലം കൃഷി സംരക്ഷണ വകുപ്പിന് കീഴിൽ വരുന്ന കുറുങ്ങാട്ട് വീട്ടിൽ ചാക്കോ. നമുക്ക് അദ്ദേഹത്തോട് കുളമ്പ് രോഗത്തിന്റെ വിവരങ്ങൾ അന്വേഷിക്കാം. എത്ര പശുക്കളെ കുളമ്പ് രോഗം വന്നതിന് ശേഷം കൊടുക്കേണ്ടി വന്നു താങ്കൾക്ക്? 3 പശുക്കളെ കുളമ്പ് രോഗം കൊടുക്കേണ്ടി വന്നു. കുളമ്പ് രോഗം എന്ന് കഴിഞ്ഞാൽ എല്ലാം മൊത്തത്തിൽ വന്നു കഴിഞ്ഞിട്ട് എല്ലാത്തിനും പാലും പോയി. തന്നെയല്ല 3 തീരെ വശകേടായിപ്പോയി. അതിൽ ഒരെണ്ണത്തിന് 35,000 രൂപയ്ക്ക് വാങ്ങിച്ചതിന് വെറും 5,000 രൂപയ്ക്ക് അത് കൊടുത്തത്. ഈ കുട്ടമംഗലം മൃഗസംരക്ഷണ കേന്ദ്രത്തിൽ ചെന്ന് പറഞ്ഞില്ലേ കുളമ്പ് രോഗം വന്നിട്ടുണ്ട്, അതിനുള്ള മരുന്നുകൾ വേണം, മറ്റ് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു? അവിടെ ചെന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം ചെന്നപ്പോൾ അവിടെ ആ ഡോക്ടർ എന്ന് പറയുന്ന ആളില്ല. പിന്നെ അവിടെ ഇരിക്കുന്നൊരു പെകച്ചാണ് എനിക്ക് ഇച്ചിരി മരുന്ന് പൊടി തന്നു വിടും, അത് വയറ്റി കൊടുക്കാൻ വേണ്ടി. അല്ലാതെ കൊണ്ടല്ല, എല്ലാതും കുറിച്ച് തരും. കുറിച്ച് തന്നിട്ട് അതുകൊണ്ട് ഞാൻ ആലപ്പുഴ പോയി വാങ്ങിക്കുക. ചെറിയ കുപ്പിയാണെങ്കിൽ അതിന് 110 രൂപയ്ക്കുള്ള സ്പ്രേ ഒക്കെയാണ് വാങ്ങിച്ച് ഇവിടെ അടിച്ചോണ്ടിരുന്നത്. എങ്കിൽ തന്നെയും അതുകൊണ്ട് യാതൊരു ഫലം ഉണ്ടായിരുന്നത്. ഇപ്പം തന്നെ ഒരു പശുവിന് തീരെ വയ്യാതിരിക്കുകയാണ്. പാലും തീരെ അങ്ങ് പോയി. 10-20 ലിറ്റർ പാല് കിടന്നിട്ട് അതിപ്പോൾ 7 ലിറ്റർ പാൽ എനിക്ക് കഷ്ടിച്ച് കിട്ടുന്നുള്ളൂ. അത് കാരണം മിൽമാലിൽ കൊടുക്കുന്നില്ല, വീട്ടുകാർക്ക് നില കൊടുക്കാനില്ലാതെ ഇരിക്കുകയാണ് എനിക്ക് പാലിപ്പം. കുളമ്പ് രോഗത്തിന് മുമ്പ് എത്ര ലിറ്റർ പാല് അളക്കുന്നുണ്ടായിരുന്നു? എനിക്ക് 10-20 ലിറ്റർ പാല് കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഞാൻ മിൽമായിൽ വളർന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ മിൽമായിലെ അളവ് നിർത്തിയിട്ട് ഇപ്പോൾ മാസം 2-3 കഴിഞ്ഞ്. കുളമ്പ് രോഗവുമായി ബന്ധപ്പെട്ട സർക്കാർ പ്രഖ്യാപിച്ച കാലിത്തീറ്റയോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ, മരുന്നുൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊന്നും തന്നെ താങ്കൾക്ക് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്? ഒന്നും തന്നെ ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഒരു അറിവ് നമുക്ക് വന്നിട്ടുമില്ല. ഞാൻ വേറെ ഡോക്ടറെ അന്വേഷിച്ച് പറഞ്ഞ് ഞങ്ങൾക്ക് കുറിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റു ഡോക്ടറെ പുറത്തുനിന്ന് വിളിച്ചിവിടെ കാണിച്ചിരുന്നു? കാണിച്ചിരുന്നത് അത് ടോമി ഡോക്ടർ എന്ന് പറഞ്ഞ ഒരാളെ വിളിച്ചിട്ട് കാണിച്ചത്. പുള്ളിയെ പല പ്രാവശ്യമായിട്ട് വിളിച്ചിട്ട് വന്നതിൽ 10,000 രൂപ എനിക്ക് ചിലവാണ്. എനിക്ക് ഈ ഞങ്ങളുടെ തോട്ടുപാത്ര സൊസൈറ്റി എന്ന് പറയുന്നത്, മിൽമ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ആളും ഇല്ല, അടുത്തതും ഇല്ല, പാലും ഇല്ല. ഉണ്ടായിരുന്ന ആളുകളെല്ലാം പശുക്കളൊക്കെ വിറ്റ് അവരെ ഓരോരുത്തർ വേറെ വേറെ ജോലികൾക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം അവിടെ ഇല്ല. പിന്നെ വല്ലവരും പുഷ്പം കൊണ്ട് കൊടുക്കുന്ന അടുത്ത സെക്രട്ടറി വീട്ടിലെടുത്ത് വെച്ച് അത് ചില്ലറയായിട്ട് വിറ്റോണ്ടിരിക്കുക പുള്ളി. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇവിടെ 10-28 വർഷം മിനിസമായിട്ട് കൃഷി പണി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾക്ക് ഇതിനുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് കിട്ടിയാൽ ഒരു വലിയ ദൈവാനുഗ്രഹമായെന്ന് ഞങ്ങൾ പറയുന്നു.
കാർഷിക കേരളത്തിന്റെ സമ്പദ്ഘടനയിലെ അവിഭാജ്യ ഘടകങ്ങളാണ് പശുപരിപാലനം. അസംഖ്യം പേർ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നു. കേരളത്തിലെ പശുക്കളിൽ 85% ഉയർന്ന ഉൽപാദനശേഷിയുള്ള സങ്കരവർഗ്ഗങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. സ്വാഭാവികമായും മെച്ചപ്പെട്ടതും ശാസ്ത്രീയവുമായ പരിപാലനം ഇവയ്ക്ക് ആവശ്യവുമാണ്. എന്നാൽ ഇതേക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിൽ ക്ഷീരവികസന വകുപ്പോ മൃഗസംരക്ഷണ വകുപ്പോ മിൽമ പോലുമോ വേണ്ടത്ര ആർജവം കാണിക്കാതിരുന്നതാണ് കുളമ്പ് രോഗം കേരളത്തിലെ നാൽക്കാലികളെ കൊന്നെടുക്കാൻ ഇടയാക്കിയത്. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയും നെല്ലരി മുതൽ മുല്ലപ്പൂ വരെയും പക്കത്തെ നാട്ടുരാജ്യങ്ങളെ ആശ്രയിക്കുന്ന മലയാളിക്ക് പക്കത്തെ പയ്യന്റെ കുളമ്പ് രോഗം കൂടി കിട്ടിയതിൽ എന്താണ് അത്ഭുതം? കാരണങ്ങളെപ്പറ്റി തർക്കിച്ച് പഴിചാരുന്നതിനേക്കാൾ പ്രതിരോധ മരുന്ന് നൽകൽ ഊർജിതമാക്കാൻ തയ്യാറാവുകയാണ് ഈ വൈകിയ വേളയിലെങ്കിലും സർക്കാർ ചെയ്യേണ്ടത്. 5 വർഷം മുമ്പാണ് തീവ്ര പ്രതിരോധ യജ്ഞത്തിലൂടെ കുളമ്പ് രോഗം പൂർണ്ണമായി തുടച്ചു നീക്കിയതായി മൃഗസംരക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചത്. 34 കോടി രൂപ ചെലവിൽ 5 വർഷം മുമ്പ് നടത്തിയ പദ്ധതി പരാജയമായിരുന്നു എന്ന് വേണം ഇപ്പോൾ വിലയിരുത്താൻ. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും നിയമം പാലിച്ചും ലംഘിച്ചുമൊക്കെ ധാരാളം കന്നുകാലികളെ മാംസാവശ്യത്തിനായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയതിന്റെ രേഖ വേണമെന്നാണ് നിയമമെങ്കിലും പലപ്പോഴും അതൊന്നും പാലിക്കപ്പെടാറില്ല. ശക്തമായ നിയമപാലനം മാത്രമേ ഇത് തടയാൻ വഴിയുള്ളൂ. രോഗം ബാധിച്ച് ചാകുന്ന ഒരു കന്നുകാലിക്ക് 20,000 രൂപയാണ് ഇപ്പോൾ സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക. ഇതുകൊണ്ട് ഒരു കിടാവിനെ പോലും കിട്ടില്ലെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. പ്രതിരോധ കുത്തിവയ്പിന്റെ രസീതി ഹാജരാക്കിയാൽ മാത്രമേ കന്നുകാലി ഇൻഷുറൻസ് ഉള്ളവർക്ക് നഷ്ടപരിഹാര തുക കിട്ടൂ. വളരെ കുറച്ചുപേർ മാത്രമേ കന്നുകാലികളെ ഇൻഷുർ ചെയ്തിട്ടുള്ളൂ. അതിനാൽ തന്നെ എല്ലാവർക്കും ധനസഹായം ഏർപ്പെടുത്തുവാനുള്ള തീരുമാനം ഇനിയും വൈകിക്കൂടാ. ചത്ത പശുവിന്റെ ജാതകം നോക്കി ഇൻഷുറൻസ് പേപ്പറും പ്രതിരോധ അച്ചുകുത്തിന്റെ പാടും തിരഞ്ഞ് മൃഗസംരക്ഷണ വകുപ്പും ക്ഷീരവികസന കോർപ്പറേഷനും മോരിന്റെ പൊളിമാറാനിരിക്കാതെ പ്രതിരോധ പ്രവർത്തനങ്ങളും ധനസഹായ വിതരണവും അടിയന്തരമായി ഊർജിതമാക്കണം. നാൽക്കാലികളോട് കരുണ കാട്ടാൻ ഇരുകാലികൾക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് KCV വാർത്തകൾക്ക് വേണ്ടി ക്യാമറാമാൻ വിനോദ് കൈനകരിക്കൊപ്പം ഹരീഷ് കൃഷ്ണൻ. കുട്ടനാട് പാക്കേജിന്റെ തടസ്സങ്ങൾ നീക്കി AC കനാൽ തുറക്കലിന്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രിയെ തന്നെ കുട്ടനാട്ടിലെത്തിക്കുന്നത് തന്റെ ശ്രമഫലമായാണെന്ന് കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. കുട്ടനാടിന്റെ ജനപ്രതിനിധി എന്ന നിലയിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ചെയർമാൻ, സംസ്ഥാന ചീഫ് സെക്രട്ടറി, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ കുട്ടനാട്ടിലെത്തിച്ച് നടത്തിയ ചർച്ചയുടെ ഫലമായാണ് പാക്കേജിന്റെ തടസ്സങ്ങൾ നീങ്ങിയത്. മുഖ്യമന്ത്രിയെ തന്നെ AC കനാൽ തുറക്കലിന്റെ ഉദ്ഘാടനത്തിന് എത്തിക്കാൻ കഴിഞ്ഞതും തന്റെ ശ്രമഫലമായാണെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. AC കനാലിന്റെ നിർമ്മാണം തുടങ്ങുകയാണ്. കഴിഞ്ഞ എല്ലാ ചർച്ചകളിലും പാർട്ടി പ്രവർത്തകരും പ്രോസ്പെരിറ്റി കൌൺസിലും ഒക്കെ തന്നെ നമ്മൾ നിരന്തരമായി ആവശ്യപ്പെട്ടത് കുട്ടനാട് പാക്കേജിന്റെ പ്രവർത്തനം ആരംഭിച്ചു എന്ന് ജനങ്ങൾക്ക് വിസിബിളായി തോന്നണമെങ്കിൽ, കർഷകർക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും തോന്നണമെങ്കിൽ ഈ AC കനാലിന്റെ പണി ആരംഭിക്കുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ AC കനാലിന്റെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള നിരവധിയായ ചർച്ചകൾ നടന്നു. അതിന്റെ എസ്റ്റിമേറ്റ് ഇപ്പോൾ തയ്യാറായി. ഏതാണ്ട് എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ 1ാം ഘട്ടം മനക്കച്ചിറ മുതൽ 1ാം കരം വരെയുള്ള 1ാം ഘട്ടത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ടെൻഡർ അത് പൂർത്തിയായി. ടെൻഡർ ഫൈനലൈസ് ചെയ്ത് ടെൻഡർ പിടിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം നടത്തുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രോസ്പെരിറ്റി കൌൺസില്, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷത പ്രോസ്പെരിറ്റി കൌൺസിൽ, അത് 13-ാം തീയതി രാവിലെ 10 മണിക്ക് കിടങ്ങറ വെച്ചാണ് അതിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചിരിക്കുന്നത്. കിടങ്ങറയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി അധ്യക്ഷത വഹിക്കും. കേന്ദ്രമന്ത്രി, MLA, MP, അതുപോലെ ചങ്ങനാശ്ശേരി നിന്നുള്ള MLA എല്ലാവരും അതിൽ ജനപ്രതിനിധികളും ജനനേതാക്കളും ഒക്കെ പങ്കെടുക്കും. കുട്ടനാട് നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃത്വ യോഗം രാമങ്കരി SNDP ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറിമാരായ ലതിക സുഭാഷ്, അഡ്വക്കേറ്റ് EMV പോൾ എന്നിവരും G. മുകുന്ദൻ പിള്ള, അലക്സ് മാത്യു, സജി ജോസഫ്, ജോസഫ് ചേക്കോടൻ തുടങ്ങിയവരും സംസാരിച്ചു. കേരളത്തിലെ വിശ്വകർമ്മ തൊഴിലാളികളുടെ വാർദ്ധക്യകാല പെൻഷൻ സ്ത്രീ പുരുഷ ഭേദമന്യേ അർഹരായ എല്ലാവർക്കും 3000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ജനുവരി 8-ന് നിരാഹാര സമരം നടത്തുമെന്ന് വിശ്വകർമ്മ സഭ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR ശിവദാസൻ പറഞ്ഞു. നീലംപേരൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിച്ചു വരുന്ന ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് അധ്യാപകരെയും ആയമാരെയും നിയമിക്കുന്നു. +2-ന് ശേഷം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഡിപ്ലോമ പാസ്സായവർക്ക് ടീച്ചർ തസ്തികയിലേക്കും ആയ കം കുക്കിന് 10ാം തരം വിദ്യാഭ്യാസവുമാണ് യോഗ്യത. വിശദവിവരങ്ങൾക്ക് നീലംപേരൂർ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുക. അംശാദായ കുടിശ്ശിക വരുത്തി അംഗത്വം നഷ്ടപ്പെട്ട ഭാഗ്യക്കുറി ക്ഷേമനിധി അംഗങ്ങൾക്ക് അത് പുനഃസ്ഥാപിക്കാൻ ഫെബ്രുവരി 28 വരെ അവസരം. 2009 മുതൽ അംശാദായ കുടിശ്ശിക വരുത്തിയവർക്കാണ് അവസരം ലഭിക്കുക. കുടിശ്ശിക കാലയളവിൽ നിർദ്ദിഷ്ട തുകയ്ക്ക് ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുണ്ടെങ്കിൽ പിഴയോടുകൂടി കുടിശ്ശിക തീർത്തടച്ച് അംഗത്വം പുനഃസ്ഥാപിക്കാമെന്ന് ആലപ്പുഴ ജില്ലാ ലോട്ടറി ക്ഷേമനിധി ഓഫീസർ അറിയിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജിൽ പ്രധാനമന്ത്രിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 150 കോടി രൂപയുടെ പദ്ധതികൾ അടുത്ത 2 വർഷത്തിനകം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കുമെന്ന്
കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ച് സ്ഥാപിച്ച 8 ഡയാലിസിസ് മെഷീനുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സാധാരണക്കാരായ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുമായിട്ടാണ് നമ്മൾ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വിദഗ്ധരായിട്ടുള്ള അതിവിദഗ്ധമായ ഡോക്ടർമാരുടെ സേവനം ഗ്രാമീണ ജനങ്ങളിലെ ആളുകൾക്ക് പരമാവധി ലഭ്യമാക്കത്തക്കോണം ഇതൊരു ഗംഭീര വിജയമാക്കി മാറ്റുന്നതിലൂടെ എല്ലാം ആവശ്യമാണ്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ മുഴുവൻ ആളുകളും പങ്കാളികളും ആരോഗ്യരംഗത്ത് ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുള്ളത്. അത് ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ ജനങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികളും ഡോക്ടർമാരും എല്ലാവരും കൂടെ കൂടിച്ചേർന്നുള്ള കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യം. അത്തരമൊരു കൂട്ടായ്മയിൽ കരുത്ത് പകർന്ന ഒന്നായിട്ട് ഈ മെഗാ മെഡിക്കൽ ക്യാമ്പിൽ ആശുപത്രിയിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെയും പുതിയ കെട്ടിട സമുച്ചയത്തിന്റെയും ഉദ്ഘാടനം ജനുവരി 9 രാവിലെ 10:30 കേന്ദ്ര ആരോഗ്യമന്ത്രി ഗുലാം നബി ആസാദ് നിർവഹിക്കും. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ജില്ലാ യൂത്ത് കൺവെൻഷനും യുവകീർത്തി അവാർഡ് വിതരണവും നടന്നു. യുവജനക്ഷേമ ബോർഡ് ഡിസ്ട്രിക്ട് കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരചത്വരത്തിൽ നടന്ന സമ്മേളനം കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പുതിയ കാഴ്ചപ്പാടും പുതിയ ചിന്താഗതിയും നൽകി രാജ്യ പുരോഗതിക്കും വികസനത്തിനും ഏറ്റവും നൂതനമായിട്ടുള്ള ആശയങ്ങൾ നൽകി മുന്നോട്ട് വന്ന മഹാനായ ആദ്യ പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്ഥാനം ഇന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അതിന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിൽ എത്രമാത്രം പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളത് ആത്മവിമർശനത്തിന് വഴിയൊരുക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നെഹ്റു യുവകേന്ദ്ര രൂപീകരിച്ചപ്പോൾ ഉണ്ടായിരുന്ന ലക്ഷ്യങ്ങൾ അത് ഇന്ത്യയിലെ ഗ്രാമീണ തലത്തിലുള്ള ചെറുപ്പക്കാരെ വിവിധ ക്ലബ്ബുകളായിട്ടും അതുപോലെ വിവിധ ഏജൻസികളുമായി അസോസിയേറ്റ് ചെയ്ത് യുവാക്കളുടെ കൂട്ടായ്മയായി പ്രവർത്തിക്കുന്ന ഗ്രാമീണ തലത്തിലുള്ള പ്രസ്ഥാനങ്ങളെ അവരെ ഏകോപിപ്പിച്ചെടുത്തുകൊണ്ട് രാജ്യത്തിന്റെ തന്നെ വികസന സംസ്കാരത്തിനും സാംസ്കാരിക മുന്നേറ്റത്തിനും. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയാന മാസിഡോ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ജാക്സൺ ആറാട്ടുകുളം, ദേവദത്ത് ജി പുറക്കാട്, ജില്ലാ കളക്ടർ N പത്മകുമാർ, രാജു പള്ളിപ്പറമ്പിൽ, PN ഇന്ദ്രസേനൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ യൂത്ത് അവാർഡ് വിതരണവും നടന്നു. കാവാലം സൂര്യ ക്ലബ്ബാണ് അവാർഡിനർഹമായത്. വേദിക്ക് പിന്നിലുള്ള മത്സരങ്ങളും അപ്പീൽ പ്രളയവും കലോത്സവങ്ങളെ സങ്കീർണമാക്കുന്ന പ്രവണത ഒഴിവാക്കണമെന്നും കുഞ്ഞു മനസ്സുകളിലെ കലയും സിദ്ധികളും വികലമാക്കരുതെന്നും കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അമ്പലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധിയുടെ ധനസഹായത്തോടെ ഫിഷറീസ് വകുപ്പ് നടപ്പാക്കുന്ന ഭവന നിർമ്മാണ പദ്ധതിയിൽ അപേക്ഷിച്ചവരുടെ അർഹതാ പട്ടിക പ്രസിദ്ധീകരിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ കോട്ടയം ജില്ലാ ഓഫീസിലും പള്ളം, കുമരകം, വൈക്കം, ചെമ്പ് സബ് ഓഫീസുകളിലും പട്ടിക പരിശോധിക്കാം. പട്ടിക സംബന്ധിച്ച ആക്ഷേപങ്ങളും പരാതികളും ബന്ധപ്പെട്ട രേഖകൾ സഹിതം ജനുവരി 10 വൈകുന്നേരം 5 മുൻപ് കോട്ടയം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നേരിട്ടെത്തി സമർപ്പിക്കണം. അന്തിമ ലിസ്റ്റ് ജനുവരി 13 പ്രസിദ്ധീകരിക്കും. പൾസ് പോളിയോ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ജനുവരി 19 തുള്ളിമരുന്ന് നൽകുമെന്ന് ജില്ലാ കളക്ടർ N പത്മകുമാർ അറിയിച്ചു. ഇത്തവണ 1,51,643 കുട്ടികൾക്കാണ് പോളിയോ വാക്സിൻ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ജില്ലയിൽ 1,461 ബൂത്തുകൾ സജ്ജീകരിക്കും. ഗ്രാമപ്രദേശങ്ങളിൽ 1,151 ബൂത്തുകളും നഗരപ്രദേശങ്ങളിൽ 302 ബൂത്തുകളും ഏർപ്പെടുത്തും. ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രികൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലും അംഗൻവാടി, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി, പൊതുജനങ്ങൾ കേന്ദ്രീകരിക്കുന്ന സ്ഥലങ്ങൾ തുടങ്ങിയ ഇടങ്ങളിലും തുള്ളിമരുന്ന് നൽകുവാനുള്ള സംവിധാനം ഒരുക്കും. ദേശീയ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നടത്തുന്ന വിവരശേഖരണം കോട്ടയം ജില്ലയിൽ തുടങ്ങി. ജനുവരി 1 മുതൽ 30 വരെയാണ് സർവേ. ഓരോ കുടുംബവും ആരോഗ്യ പരിപാലനത്തിനായി ചെലവഴിക്കുന്ന തുക, ആരോഗ്യ പരിപാലന സേവനങ്ങളുടെ ഉപയോഗം, വയോജനങ്ങളുടെ സാമ്പത്തിക സ്വയാധികാരം, രോഗവിവരം, സ്ത്രീകളുടെ ഗർഭ പ്രസവ ശുശ്രൂഷകൾ തുടങ്ങിയ വിവരങ്ങളാണ് ശേഖരിക്കുക. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിദ്യാഭ്യാസ സർവേയിൽ പരിശോധിക്കും. പൊതു സ്വകാര്യ മേഖലകളിൽ നിന്ന് കിട്ടുന്ന അടിസ്ഥാന സൌകര്യങ്ങളുടെയും കമ്പ്യൂട്ടർ സാക്ഷരതയുടെയും വിവരങ്ങളും ശേഖരിക്കും. ജില്ലയിലെ 6 നഗരങ്ങളിലും 14 ഗ്രാമങ്ങളിലുമായാണ് സർവേ നടത്തുക. വിവരശേഖരണത്തിനായി 2 സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർമാരെ നിയോഗിച്ചിട്ടുണ്ട്.
സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്പെക്ടർ, റിസർച്ച് ഓഫീസർ എന്നിവർ ഫീൽഡ് തല പരിശോധന നടത്തും. ശേഖരിക്കുന്ന വിവരങ്ങൾ രഹസ്യമായിരിക്കുമെന്നും പൊതുജനങ്ങൾ ശരിയായ വിവരങ്ങൾ നൽകി സർവേയുമായി സഹകരിക്കണമെന്നും ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് ടി.ഡി. മെഡിക്കൽ കോളേജിന്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഗോൾഡൻ മെഡി ഫെസ്റ്റ് സംഘടിപ്പിക്കും. ആലപ്പുഴ എസ്.ഡി. കോളേജിൽ ജനുവരി 31, ഫെബ്രുവരി 1-2 തീയതികളിലായാണ് മെഡി ഫെസ്റ്റ് നടക്കുക. മെഡി ഫെസ്റ്റിന്റെ സ്വാഗത സംഘം ഓഫീസർ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ കെ.സി. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ജി. സുധാകരൻ MLA അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ബി. പത്മകുമാർ, ഡോക്ടർ ശ്രീദേവി, A.N. പുരം ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ചികിത്സ ലഭ്യമാകും. 5 മെഡിക്കൽ കോളേജുകളിലെയും 15 സ്വകാര്യ ആശുപത്രികളിലെയും ഡോക്ടർമാരുടെ സേവനം മെഡിഫെസ്റ്റിൽ ലഭ്യമാകും. 20,000-ഓളം പേർ മെഡിഫെസ്റ്റിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഭൂരഹിത കേരളം പദ്ധതി പ്രകാരം വിതരണം ചെയ്യുന്നതിന് സ്ഥലം കണ്ടെത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും ഭൂമി ലഭ്യമാകുന്ന പക്ഷം കഴിവതും പത്തനംതിട്ട ജില്ലയിൽ തന്നെയും ജില്ലയിൽ ലഭ്യമല്ലാത്ത പക്ഷം മറ്റു ജില്ലകളിലും സ്ഥലം അനുവദിക്കുമെന്നും തഹസിൽദാർ പറഞ്ഞു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കറ്റ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ദേശീയ ഗവേണൻസിന്റെ ഭാഗമായി സംസ്ഥാന വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്ത് പര്യടനം ആരംഭിച്ച അക്ഷയ സേവന സന്ദേശയാത്ര ജനുവരി 6-ന് പത്തനംതിട്ട ജില്ലയിലെത്തും. ഉച്ചയ്ക്ക് 2-ന് അടൂരിലെത്തുന്ന റോഡ് ഷോയുടെ ജില്ലാതല ഉദ്ഘാടനം ആന്റോ ആന്റണി MP നിർവഹിക്കും. മണ്ണടി വേലുത്തമ്പി ദളവ സ്മാരക സമുച്ചയം അന്താരാഷ്ട്ര നിലവാരമുള്ള കേന്ദ്രമാക്കി മാറ്റുന്നതിന് പദ്ധതികളായി. ആദ്യഘട്ടമായി MLAയുടെ മണ്ഡല ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ വിനിയോഗിച്ച് സമുച്ചയത്തിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ കൺവെൻഷൻ സെന്ററും അനുബന്ധ സംവിധാനങ്ങളും ചരിത്ര പഠന ഗവേഷണ കേന്ദ്രവും നിർമ്മിക്കുമെന്ന് ചിറ്റയം ഗോപകുമാർ MLA അറിയിച്ചു. നിലവിൽ മണ്ണടിയിൽ 1.27 ഏക്കർ സ്ഥലത്തെ പ്രതിമയും ഓപ്പൺ എയർ സ്റ്റേജും മ്യൂസിയവുമാണുള്ളത്. മ്യൂസിയത്തിന്റെ പ്രവർത്തനം വൈവിധ്യവൽക്കരിച്ച് വിപുലീകരിക്കും. തിരുവനന്തപുരത്ത് സൂക്ഷിച്ചിട്ടുള്ള ഉടവാൾ സുരക്ഷിതമായി മണ്ണടിയിൽ സൂക്ഷിക്കുന്നതിന് സൌകര്യം ഏർപ്പെടുത്തും. 2ാം ഘട്ടത്തിൽ ഗവേഷകർക്കും വിനോദസഞ്ചാരികൾക്കും മണ്ണടിയിൽ താമസിക്കാൻ പര്യാപ്തമായ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഹോസ്റ്റൽ നിർമ്മിക്കാൻ പദ്ധതിയുണ്ടെന്നും MLA അറിയിച്ചു.
എടത്തുവ പച്ച 836 നമ്പർ NSS കരയോഗത്തിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. പച്ച കരയോഗ മന്ദിരത്തിൽ നടന്ന പരിപാടി കുട്ടനാട് താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ നിർവഹിച്ചു. നമ്മുടെ മന്ദിരങ്ങളെല്ലാം കേടുപാടുകളുണ്ടെങ്കിൽ അതൊക്കെ പുതുക്കി പണിയുക. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഈ നാടിൻ്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കുക. വള്ളവും ബോട്ടുമല്ലാതെ മറ്റൊരു മാർഗവും അന്നില്ലായിരുന്നു. അന്ന് രജിസ്റ്റർ ചെയ്ത് പിന്നീട് പണികഴിപ്പിച്ച ഈ മന്ദിരം നമ്മുടെ നേതൃത്വത്തിൻ്റെ ആഹ്വാനം ശിരസ വഹിച്ചുകൊണ്ട് ആദ്യമായി കുട്ടനാട്ടിൽ ഈ മന്ദിരമാണ് പുതുക്കി പണിഞ്ഞുദ്ഘാടനം ചെയ്യുന്നത്. ഇതോടനുബന്ധിച്ച് യൂണിയൻ സെക്രട്ടറി V ഉണ്ണികൃഷ്ണൻ ആധ്യാത്മിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണോദ്ഘാടനം എടത്തുവ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജോജി കരിക്കമ്പള്ളിയും നിർവഹിച്ചു. എടത്തുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC ബിന്ദു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ കരയോഗം പ്രസിഡന്റ് VL വിശ്വനാഥൻ നായർ അധ്യക്ഷത വഹിച്ചു. മണിക്കുട്ടൻ ചേലേക്കാട്, PV നാരായണ മേനോൻ, MS ഇന്ദിരാദേവി, K ബാലകൃഷ്ണക്കുറുപ്പ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് മുൻ കരയോഗ ഭാരവാഹികളെ ചടങ്ങിൽ ആദരിച്ചു. ശബരിമല തീർത്ഥാടന കാലത്ത് ലീഗൽ മെട്രോളജി നിയമലംഘനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ 719 കേസുകളിലായി 21.42 ലക്ഷം രൂപ പിഴ ഈടാക്കി. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ലീഗൽ മെട്രോളജി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ദക്ഷിണ മേഖല ഡെപ്യൂട്ടി കൺട്രോളർ CV ബാബു പമ്പയിൽ അവലോകനം ചെയ്തു. അയ്യപ്പ ഭക്തരെ ചൂഷണം ചെയ്യാതിരിക്കാൻ വകുപ്പ് ഉദ്യോഗസ്ഥർ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്നും തുടർന്നുള്ള ദിവസങ്ങളിലും കർശന പരിശോധന നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനും അംശാദായം സ്വീകരിക്കുന്നതിനും വെൽഫെയർ ഫണ്ട് ഓഫീസർ സിറ്റിംഗ് നടത്തും. തലവടി പഞ്ചായത്ത് ഓഫീസിന് സമീപം KSRTC ബസ്സിടിച്ച് ഇലക്ട്രിക്കൽ പോസ്റ്റ് തകർന്നു. യാത്രികർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തിരുവല്ല ഡിപ്പോയിൽ നിന്നും ഹരിപ്പാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ ബ്രേക്ക് പോയതിനെ തുടർന്നാണ് അപകടം. KSEB ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഓട്ടംതുള്ളലിന്റെ അകമ്പടിയോടെ ആസ്വാദനക്കുറിപ്പും യുക്തിചിന്തയുണർത്തുന്ന ഗണിതവുമൊക്കെയായി സർവശിക്ഷാ അഭിയാൻ പത്തനംതിട്ട BRCയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥി രക്ഷകർതൃ ശാക്തീകരണ പരിപാടിക്ക് തുടക്കമായി. അപകടഭീതി ഉയർത്തി ആൽമരം. തലവടി ഗണപതി ക്ഷേത്രത്തിലെ ആൽമരമാണ് അപകട ഭീഷണി ഉയർത്തി ദിവസേന ചാഞ്ഞുവരുന്നത്. പ്രായാധിക്യമാണ് ജീർണതയ്ക്ക് പ്രധാന കാരണമെന്ന് സമീപത്തെ ഹോമിയോ ക്ലിനിക്കിലെ ഡോക്ടർ MB പത്മനാഭപിള്ള പറഞ്ഞു. ഇവിടെ ഇപ്പം സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് ധാരാളം ആളുകൾ ക്യൂ നിൽക്കുന്നു. ഹൈസ്കൂൾ അടുത്ത് വിദ്യാർത്ഥികൾ ധാരാളം പോകുന്നു. റോഡിപ്പോൾ ശരിയായതുകൊണ്ടും പോസ്റ്റ് ഓഫീസിലോട്ടും കൂടുതൽ ആളുകൾ ഇതിലെയാണ് വരുന്നത്. ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ട്. ഏത് സമയത്തും അപകടം ഉണ്ടാകാം. ആയതിനാൽ അടിയന്തരമായി ദേവസ്വം ബോർഡോ നാട്ടുകാരോ ആരെങ്കിലും ഇതിനകത്ത് സഹകരിച്ച് ഇത് അപകടം ഒഴിവാക്കണമെന്നാണ്. സമീപത്തെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കും വഴിയാത്രക്കാർക്കും ഉണങ്ങിയ ആൽമര ചില്ലകൾ വീണ് നിരവധി തവണ പരിക്കേറ്റിട്ടുണ്ട്. KSEB ലൈൻ കമ്പി പൊട്ടി വീണുണ്ടായ അപകടങ്ങളും ഒറ്റപ്പെട്ടതല്ല. ആൽമരത്തിലെ ദേവസാന്നിധ്യം ഉദ്വസിച്ച് മറ്റൊരു ചെടിയിൽ കുടിയിരുത്തിയാണ് ആൽമരം വെട്ടിമാറ്റുന്നത്. ഇതിനുള്ള കാര്യങ്ങളും ക്ഷേത്രം ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം ജീവനക്കാരും കമ്മിറ്റിക്കാരും ആൽമരത്തിന്റെ ജീർണാവസ്ഥ ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽ പലതവണ പെടുത്തിയിട്ടുള്ളതാണ്. അപകടാവസ്ഥ ഒഴിവാക്കാൻ ആൽമരം വെട്ടിനീക്കണമെന്ന് നാട്ടുകാരുടെ പക്ഷം. മൃഗസംരക്ഷണ വകുപ്പിൽ പന്തളം ബ്ലോക്കിൽ വെറ്റിനറി സർജനെ കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമിക്കുന്നു. ജോലി സമയം വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷനിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ ജനുവരി 20 രാവിലെ 11 നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകണം. ചരമവാർത്തകൾ. വൈശ്യംഭാഗം കൊണ്ടകശ്ശേരി വീട്ടിൽ ജോസഫ് നിര്യാതനായി 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈനകരിയിൽ മാധ്യമപ്രവർത്തകർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്ന് വിവിധ മാധ്യമ സംഘടനകൾ ആവശ്യപ്പെട്ടു.
അപാകത, ആശങ്കയൊഴിയാതെ ക്ഷീരകർഷകർ. കുട്ടനാട് പാക്കേജിൽ ഉൾപ്പെട്ട AC കനാൽ തുറക്കൽ നടപടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.